നമസ്കാരം. എത്രമാത്രം വിനയമുള്ളവരാണോ അത്രമാത്രം വിലയുള്ളവരാകുന്നു നിങ്ങൾ. ഇത് ബുദ്ധിയും വിനയവുമുള്ള സ്ത്രീകളുടെ വേദി റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമുക്ക് എപ്പോഴും സിനിമകളിൽ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടി എന്നൊക്കെ തോന്നുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച് നമ്മുടെ പ്രിയ അഭിനേത്രി. സോ ലെറ്റ്സ് വെൽക്കം ആത്മീയ. എല്ലാവരുടെയും പൂമുത്തോളെയാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്ന. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വലിയ സംസാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് ചുരണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥയാകും. എന്നാലും റെഡി അല്ലേ? കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, കുറച്ച് ഗെയിം, പിന്നെ പാട്ട്, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പോവാം. ഓക്കെ. ഈ ആത്മീയ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ആത്മീയ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര ജെന്റിൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ ശരിക്കും അറിയായിട്ടാ. ആണോ? അപ്പോൾ ഇതിപ്പോ അഭിനയിച്ചുള്ള സംസാരമാണോ? നോ എനിക്ക് ഒന്ന് കംഫർട്ടബിൾ ആവുന്നത് വരെ ഞാൻ ഇങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പറയായിരിക്കും. പക്ഷെ എന്തായാലും ഈ ഒരു പേര് എനിക്ക് തോന്നുന്നു വളരെ യോജിച്ചൊരു പേരാണ്. ആത്മീയമായിട്ടുള്ള ചിന്തകളും അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അങ്ങനെ ആയിരുന്നേ കുറേ ഒരു പീരീഡ് വരെ. എൻ്റെ കോളേജ് ടൈമിലൊക്കെ അങ്ങനെ ആയിരുന്നു. കോളേജ് ടൈമിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു. ലൈക്ക് എന്നൊരു കൃഷ്ണനുണ്ടാവും, കൃഷ്ണ കയ്യില്. അപ്പൊ പൂജാ റൂമിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാം. അങ്ങനെ ഭജിക്കും സഹസ്രനാമങ്ങള് ഒക്കെ. അപ്പൊ മമ്മിക്ക് ഇത് കണ്ടിട്ട് പേടിയായി. പിന്നെ അത് കുറച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ചു. ഇപ്പൊ ബാക്കിയുള്ള കുറെ ആൾക്കാരോട് അമ്മമാര് പറയണ്ടോ, ഇടയ്ക്കെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകും, ഒന്ന് ആ പൂജാമുറി ഒന്ന് കേറ് എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. എന്നോട് ഇവിടെ നേരെ അമ്മ തിരിച്ചോ, ഒന്ന് കുറച്ചോളൂ ദൈവഭക്തി എന്ന് പറയുന്നു അമ്മ. ശരി, അപ്പൊ ഇത് അമ്മയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അച്ഛന്റെ ഒരു കാര്യം, അതായത് അച്ഛൻ എന്ന് പറയുന്നത് ഒരു നടനാവാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെ? മകൾ എന്തായാലും അത് സാധിച്ചു കൊടുത്തിരിക്കുകയാണ്, അച്ഛന്റെ ആ ഒരു ആഗ്രഹം. അപ്പം അതിനാദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. സോ എങ്ങനെയായിരുന്നു ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്തൊക്കെയായിരുന്നു? ഇല്ല, ഇതൊക്കെ നമുക്ക് ഇൻജെക്ട് ചെയ്ത് തന്നതേ അച്ഛനാ. ലൈക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ കാണിച്ചു തന്നതേ അച്ഛനാണ്. ലൈക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് മനസ്സിൽ വിചാരിക്കും, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കും എന്നൊക്കെ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അച്ഛൻ ഇതുപോലത്തെ ഓരോ ടാസ്കുകൾ ഇട്ട് തരും അല്ലേ? അങ്ങനെ ചെയ്തു തരും. എന്നോട് മാത്രമായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടിയല്ല, പക്ഷെ ഞാൻ ഏറ്റവും ഇളയ ആളാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ നല്ല കഴിവുള്ള ആളാണ്. ലൈക്ക് അച്ഛൻ്റെ നാട്ടുകാരായാലും ഫ്രണ്ട്സൊക്കെ ആയാലും പറഞ്ഞ് കേട്ടറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ധീരജ് ബാല എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ധീരജ് സിനിമ എടുക്കുന്നുണ്ട്. ഞങ്ങളെ നാട്ടുകാരനാണ്, കണ്ണൂരുകാരനാണ്. അപ്പോൾ അച്ഛനിങ്ങനെ അഭിനയിക്കുന്നൊക്കെ ധീരജിനോട് പറഞ്ഞിട്ട് ധീരജിനെ അറിയാം. അപ്പം ധീരജ് ഇങ്ങനെ ഓഡിഷനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെയും വിളിച്ചു, മമ്മിനെയും വിളിച്ചു. അപ്പോൾ സിനിമ പക്ഷെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ അങ്ങനെ. അപ്പോൾ പക്ഷെ ധീരജ് എൻ്റെ അടുത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയായിരുന്നു, അച്ഛൻ്റെ ഒരു ഫോട്ടോ തരുമോ മൂവിയിൽ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ഐ വാസ് ഹാപ്പി. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും അച്ഛന്റെ ആ ഒരു, പക്ഷെ അച്ഛന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇപ്പൊ മകൾ സാധിച്ചു കൊടുക്കുന്നു. ആദ്യം ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന്റെ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? ഒരു ചാൻസ്. അച്ഛൻ തന്നെയാ എൻ്റെ ആദ്യത്തെ പടം വെള്ളത്തൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. ഞാൻ +2 എങ്ങാണ്ട് പഠിക്കുമ്പോൾ ചെയ്ത അച്ഛനാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ നമ്മളോട് പറയത്തില്ലേ, എനിക്ക് പഠിക്കാനൊന്നും ആഗ്രഹമില്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടെന്ന് അച്ഛനോടെ അതൊക്കെ നടക്കുള്ളൂ, മമ്മിയോട് പറയാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ അച്ഛനിങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അച്ഛനിങ്ങനെ വിടുന്ന ഞാൻ ആലോചിച്ചത്. പക്ഷെ അച്ഛൻ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 7 Arts മോഹൻ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അങ്കിളിന് എൻ്റെ ഫോട്ടോ കൊടുക്കുകയും അങ്ങനെ മൂവിയിലേക്ക് വിളിക്കുകയൊക്കെ ആയിരുന്നു.
ശരി. അപ്പം ആദ്യം വെള്ളത്തൂവൽ, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ കുറെ മലയാള സിനിമകൾ ചെയ്തു ഇറങ്ങാത്തതും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് ആത്മീയയുടെ ഒരു ജേർണി അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോ തുടക്കം ആക്ച്വലി അത്ര സ്ട്രഗ്ലിംഗ് അല്ലായിരുന്നു. തുടക്കം ലൈക്ക് വെള്ളത്തൂവൽ അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ഇതിന് പോകുന്നില്ലായിരുന്നു. എൻ്റെ വീട്ടിലും ലൈക്ക് ആരും ഇങ്ങനെ പുഷ് ചെയ്യുന്നവരോ കിട്ടി അങ്ങനെ അങ്ങനെ വന്ന അവസരങ്ങളാണോ എന്താ പറയാ തമിഴ് മൂവിയിലൊക്കെ വന്നത്? ആദ്യത്തെ മനംകുത്തി പറവയും അങ്ങനെ മനംകുത്തി പറവേ ശിവകാർത്തികേയന്റെ കൂടെ. അതെ അതെ. അത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയായിരുന്നു റോസ് ഗിറ്റാർ എന്നാൽ എന്ന് പറഞ്ഞൊരു സിനിമ. ഈ മരംകൊത്തി പറവ കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഞാൻ ഒന്ന് നേരിൽ കാണാനിരിക്കായിരുന്നു താങ്കളെ. അയ്യോ, ഞാൻ ആ സിനിമയുടെ ഓഡീഷന് പോയി. എനിക്ക് കിട്ടിയില്ല, കുട്ടിക്ക് കിട്ടി. അങ്ങനെ എന്താണ് എനിക്കൊരു കുറവുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ അവസരങ്ങൾ, എന്റെ ഒരവസരമല്ല, എന്റെ 2 അവസരങ്ങൾ ഈ കുട്ടി തട്ടിയെടുത്തു. വേറെ ഏതാ വെച്ചാൽ നമ്മുടെ കോൾഡ് കേസ്, അതില് ആ ക്യാരക്ടർ ആദ്യം എന്നെ അവരെ വിളിച്ചു, പിന്നെ അവരെന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ സിനിമ കാണുമ്പോൾ അവിടെ ആത്മീയാണുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താണ്, പക്ഷെ പ്രേതലൊക്കെ എനിക്കാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അതായത് മരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകാരികളുടെ ഇടയിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ഒരു ഇതല്ലേ. ആക്ച്വലി ഇങ്ങനെ മരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനൊക്കെ മുമ്പേയും കോളേജ് പഠിക്കുമ്പോഴൊക്കെയും 2 മണി 3 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ എന്നും ഉറക്കമില്ലാണ് എന്നെ പാതിരക്കോഴി. ശരി, കോഴി ആയതുകൊണ്ടല്ല, അല്ലാതെ ഉറക്കമില്ലാത്തോണ്ട് പാതിരക്കോഴി. ലൈക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോ ചിരിക്കൂലേ, പൊട്ടിച്ചിരിക്കില്ലേ. അപ്പൊ ഞാൻ ചിരിക്കുമ്പോ കൂടി ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ അത് നീ ഒന്ന് അങ്ങനെ ചിരിക്കല്ലേ അങ്ങനെ പറയും. അവർക്ക് പേടിയാവും. അതായത് അങ്ങനെ ഒരു അന്ന് മുതൽ ഒരു 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 പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യക്ഷി ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നോണ്ടായിരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നത് അല്ലേ? അല്ല, ഇതുവരെ അങ്ങനെ ഒരു ഭയങ്കര ഹൊറർ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടല്ലോ അല്ലെ ഇപ്പൊ? എനിക്ക് തോന്നുന്നു, കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ചിരിയെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ ഇടയിൽ ഞാൻ ഈ സിനിമ അഭിനയം അല്ലാതെ വേറൊരു കഴിവ് ആത്മീയക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതായത് തലകുത്തി കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ തലകുത്തി ABCD തലകുത്തി പറയുക എന്നൊക്കെ ഉള്ള ചില അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ആത്മീയക്ക് ഗപ്പൊന്നും കിട്ടിയില്ലായിരിക്കും. എന്നാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അതായത് എന്താണ് ഈ ABCD A to Z വരെയുള്ള കാര്യങ്ങൾ തലകുത്തി പറയും. അത് പ്രാക്ടീസ് ചെയ്താണോ അതങ്ങനെ വന്നു പോയതാണോ? ഇല്ല, എന്റെ നെയ്ബർ ആയിരുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അഞ്ജലി എന്ന് പറഞ്ഞിട്ട്. അവൾ എന്നെ കുഞ്ഞായിരുന്നപ്പോ അവള് പഠിപ്പിച്ചതാണ്. ആ കുട്ടി പഠിപ്പിച്ചതാണല്ലേ? ആര് കുഞ്ഞായിരുന്നപ്പോ? ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ആ കുട്ടിയാണ് ABCD തലതിരിച്ച് പറയാൻ പഠിപ്പിച്ചത്. ശരി, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കഴിവ് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം. പറയട്ടെ? അതെ, ആത്മീയ എന്തായാലും ആ ഒരു കാര്യം, കാരണം നമുക്ക് കേട്ടിരിക്കാൻ എപ്പോഴും രസമുള്ള കാര്യമാണ് കാര്യങ്ങൾ തലതിരിച്ച് പറയാതുള്ളത്. അപ്പൊ ഒന്ന് പറയാം. സ്പീഡിൽ പറയണം, മെല്ലെ പറയണം? ആദ്യം സ്പീഡിൽ പറയണം, പിന്നെ മെല്ലെ പറയാം. ZYXWVUTSRQPONM LKJHGFEDCBA. കറക്റ്റ് അല്ലേ? മെല്ലെ പറഞ്ഞ അറിയില്ലോ, ഇനി മെല്ലെ പറ. ZYXWVUTSRQPONM LKJIHGFEDCBA. ഇപ്പൊ കറക്റ്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് വരാൻ പോകുന്ന ആൾക്കും ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ തലതിരിച്ച് പറയുക, വായിക്കുക എന്ന് പറഞ്ഞ ശീലങ്ങളൊക്കെ ഉണ്ട്. ആളൊരു ഗായികയാണ്, പക്ഷെ ഈ ബുക്കൊക്കെ തലതിരിച്ച് വായിക്കുക അങ്ങനത്തെ ചെറിയ കലാപരിപാടികളും ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ആത്മീയക്ക് ഈ കുറച്ച് സമയം കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പെർഫോമറെ വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം യദുനന്ദ. വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ കോഴിക്കോടൊക്കെ എല്ലാവർക്കും സുഖമാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. 6ല്. ഇത് നന്ദി വീട്ടിൽ എന്താ വിളിക്കുക? നന്ദന കുട്ടി എന്നാണ്? കുഞ്ഞാറ്റ. ആരിട്ടു? ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്റെ ചേട്ടൻ ഇട്ട പേരാ. ജനിക്കുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ ഇട്ട പേരാണ് കുഞ്ഞാറ്റ എന്ന്. അപ്പൊ ചേട്ടന്റെ ഒരു ഫേവറേറ്റ് പേരാണ്. ആൻഡ് ചേട്ടന്റെ ഭയങ്കര പെറ്റാണോ കുഞ്ഞാറ്റ?
ആ ചിലപ്പോ വഴക്കിടും, അത് കുഴപ്പമില്ല, അത് സാരില്ല. എന്നാലും അല്ലെങ്കിൽ ഭയങ്കര ഈ ഈ അതായത് പാട്ട് പാടും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഈ തല കുത്തി കാര്യങ്ങൾ ചെയ്യുക, തല തിരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഒരു വലിയ ഹോബിയാണല്ലേ? ശരി. അപ്പൊ ഈ ബുക്ക് തല തിരിച്ച് വായിക്കും എന്ന് പറഞ്ഞല്ലോ, അതായത് ഇപ്പം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ വായിക്കോ? ഹിന്ദിയായിട്ട് എനിക്കൊരു ഇല്ല, ബന്ധമില്ല. ഹിന്ദിയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണ് യദുനന്ദ പറയണത്. ഇംഗ്ലീഷായിട്ട് ബന്ധമുണ്ടോ? ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ സിമ്പിള്. മലയാളത്തില് കുറച്ച് ടഫാണല്ലോ, വള്ളി അതെ അതെ അതെ. ദീർഘം അതൊക്കെ തെറ്റും, എന്നാലും ഞാൻ വായിക്കും. ഇംഗ്ലീഷ് ബുക്കുകളാണ് തല തിരിച്ച് വായിക്കുക അല്ലേ? മലയാളമാണ് വായിക്കാറ് കൂടുതൽ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? അത് പഠിപ്പിച്ചെന്നാണോ ആരെങ്കിലും? അല്ലല്ല, ടീച്ചർ ഞങ്ങളോട് വർക്ക് വരുമ്പോ 2 ബെഞ്ച് അടുപ്പിച്ചിരിക്കും. അപ്പൊ ഒരു ബുക്ക് ഉള്ളെങ്കിൽ ഞാൻ തലകുത്തനെ എഴുന്നിട്ട് എഴുതും. തലകുത്തനെ ഉള്ളത് വായിച്ച് വായിച്ച് അങ്ങ് എഴുതാറാ. എന്താ അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി എഴുതുമ്പോഴാ? ഇങ്ങനെ വെക്കുമല്ലോ, അപ്പുറത്തിരിക്കുന്ന ആർക്കും നേരെ കാണണം, അപ്പൊ ഞാനും ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതും. സാധാരണ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി ഞങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊരു കഴിവായിട്ട് ഒരു കലയായിട്ട് ഞങ്ങൾ വളർത്തിയെടുത്തില്ല. അങ്ങനെ യദുനന്ദ അങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് ആ ബുക്ക് കൊണ്ടുവന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാലോ? അങ്ങനെയാണ് ഈ തല തിരിച്ച്. ശരി. അപ്പൊ ഇതാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അത് പാത്തുമ്മയുടെ ആട് തല തിരിച്ച് ഇപ്പോൾ വായിക്കാൻ പോവാണ്. പെൺകുട്ടികളെല്ലാം ജാമ്പകയുമായി പോയി. ഞാൻ ഉമ്മയോട് ചോദിച്ചു, അവരെന്താ തന്നത്? ഉമ്മ പറഞ്ഞു, ഒരെണ്ണ. ജാമ്പയ്ക്ക ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചോ? പിന്നല്ലാതെ. ഒരെണ്ണയ്ക്ക് എത്ര കൊടുത്തു? 20 എണ്ണം. കൊള്ളാം. ഞാൻ എത്ര 20? പാത്തുമ്മയുടെ ആടിനെ തീറ്റിച്ചിരിക്കുന്നു. ആ പെൺപിള്ളേർ എന്നെ നോക്കാത്തതിലുള്ള അനാസ്ഥ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ ചാമ്പമരം ആരാ നട്ടു വളർത്തിയത്? ഉമ്മ പറഞ്ഞു, ഇത് നീ തളിയാക്കൽ എന്ന ഒരു ജാക്കംബിയറ്റ് ക്രിസ്ത്യാനി കുടുംബത്തിനടുത്തുള്ള മരത്തിൽ നിന്ന് പറിച്ച ജാമ്പയ്ക്കയുടെ വിത്താണ്. നീ തന്നെ അത് വന്ന് കുഴിച്ചിട്ടത്. സൂപ്പർ. അപ്പൊ ഇതാണ് മറ്റേ ബെഞ്ചിലെ ടീച്ചർ ബുക്ക് വെച്ചപ്പോ ഇങ്ങനെ നോക്കി വായിച്ച് വായിച്ച് പഠിച്ച കാര്യം അല്ലേ? അപ്പൊ ഇനി യദുനന്ദ, നമുക്ക് പാട്ടാണ് മെയിൻ ആയിട്ട് കേൾക്കേണ്ടത്. നമുക്ക് ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുത്താല്, ഒരു ഡെഡിക്കേഷൻ പോലെ. ഏതാണ്? ജോസഫ് എന്ന സിനിമയിലെ ഉയിരിനാഥനെ. ഓക്കെ, യെസ്. എന്നാ അത് തന്നെ ഒന്ന് പാടി കേൾക്കാം. ഉയിരിനാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവ് പോൽ തൂവിടുന്നു. എൻ്റെ കണ്ണീർ കണം പൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആത്മീയ പറയൂ, ആത്മീയക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആണിത്. Loved it, Molly. I loved it. ശരി. ഇനി ഈ യദുനന്ദയുടെ വേറൊരു, അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു പുണ്യപ്രവർത്തനം ആണ് യദുനന്ദ ചെയ്യുന്നത്. അതായത് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് ഒരു ട്രസ്റ്റിന്റെ കീഴിൽ പാട്ടുകൾ പാടുന്നു, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു അല്ലേ? ആദ്യം ട്രസ്റ്റിനൊന്നും പോയിട്ടില്ല. ആദ്യം ഞങ്ങൾക്ക് ഇതെന്താ ചെയ്യേണ്ടത് അറിയാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പാട്ടുപെട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് പാടി 6,000 സംതിങ് റുപ്പീസ് കിട്ടി. ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തു. പിന്നെ 2000 സംതിങ് സ്കൂളിൽ കൊടുത്തിട്ട് ബെസ്റ്റ് ചാരിറ്റബിൾ സ്റ്റുഡന്റിനുള്ള ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെയ്യണമെന്ന് യദുനന്ദയ്ക്കാണോ തോന്നിയത്? അത് അച്ഛനോ അമ്മയോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ കാര്യം ചെയ്യണം എന്ന് എങ്ങനെ മനസ്സിൽ വന്നത്? അത് എൻ്റെ അമ്മച്ചൻ ക്യാൻസർ ബാധിച്ചാൽ മരിച്ചത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് പാടാൻ പറ്റുന്നതുകൊണ്ട് ആ പാട്ടിനാൽ ആർക്കെങ്കിലും സഹായിക്കണം തോന്നി. യദുനന്ദയ്ക്ക് സ്വന്തമായിട്ടൊരു ട്രസ്റ്റ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഗ്രേറ്റ്.
എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ അല്ലേ? അതെ, അതെ. ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ. വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ കൂടെ വന്നിരിക്കുന്ന വീട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത് നന്ദയുടെ അച്ഛൻ? അല്ലല്ല, ആ, ഞാൻ മാമനാണ്. മാമനാണ്. മാമന്റെ പേര് പറയൂ. എൻ്റെ ഒരു ഷിബുലാൽ. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യാണ്? ഞാൻ ഇന്റീരിയർ വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാണ്. ആ, അത് ശരി. ഇനി നമുക്ക് ഇതാണ് കുഞ്ഞാറ്റാന്ന് പേരിട്ട ആ ചേട്ടൻ അല്ലേ? പേര് പറയൂ. എൻ്റെ പേര് യദുകൃഷ്ണ. യദുകൃഷ്ണ. ഏത് ക്ലാസ്സിലാ? 10. 10. ഭയങ്കര ഘനഗാംഭീര്യമുള്ള സൗണ്ട് ആണല്ലോ. അത് അങ്ങനെ പുറത്തായതുകൊണ്ടാ. വീട്ടില് ഭയങ്കര പാവാ. വീട്ടില് ഭയങ്കര പാവാണ്. പുറത്തു പോകുമ്പോ ഒരു ഘനഗാംഭീര്യം വെറുതെ ഇടും. പുറത്തു പോകുമ്പോ ഭയങ്കര ഡീസന്റ് ഡീസന്റ് പോലെ പുറത്തു പോകുമ്പോ ഡീസന്റ് ആവുന്നതാണല്ലേ. ഇനി അമ്മ. ശരി, അമ്മയുടെ പേര് സിന്ധു. സിന്ധു. അപ്പൊ ചേച്ചി, മോള് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തത്? അത് ഞാൻ ചെറുപ്പത്തിലെ പാട്ട് പാടിയിട്ടാണ് ഉറക്കുക രണ്ടുപേര്. അന്ന് ചെറുതിലെ പാടിയിട്ട് തന്നെ ഉറക്കല്. പാട്ടിനോട് ഇൻട്രസ്റ്റ് എന്തായാലും അവർക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലിടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുടുംബശ്രീക്കാരെല്ലാവരും 100 രൂപ വെച്ചിട്ട് കൊടുത്തപ്പോൾ ഞങ്ങൾ 100 കൊടുത്തു. പക്ഷേ അതിൽ കൂടുതൽ കൊടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ SM സ്ട്രീറ്റിലൊന്ന് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുട്ടീനെയും കൊണ്ടിട്ട് ഒരു ഇത്താത്ത പാടുന്നുണ്ടായിരുന്നു. അവർ ചെറിയൊരു പെട്ടി, ചെറിയൊരു ബോക്സ് വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ മോളെ അവിടെ കയറി, അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എത്താ. അപ്പോൾ അവൾ ചോദിച്ചു പാട്ടെന്ന്. അപ്പോൾ ആ ഇത്താത്ത വിചാരിച്ച് വല്ല റൈംസോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവൾ ഹിന്ദി പാട്ട് പാടിയപ്പോഴേക്കും ഫുള്ള് ജനങ്ങളായി, പോലീസുകാരും ഒക്കെ വന്നു. അപ്പം നല്ലൊരു കളക്ഷൻ കിട്ടി. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് പിന്നെ കുറച്ചൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കമ്മലുണ്ടായിരുന്നു. ആ വിറ്റ് ഞാൻ ഒരു പെട്ടി ചെറിയ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയാതെ ഞങ്ങൾ സ്ട്രീറ്റിൽ പോയിട്ട് പാടി. 2-3 സ്ഥലത്ത് പാടി കളക്ഷൻ കിട്ടിയപ്പം പ്രശ്നമായി. ഇത് അങ്ങനെ ഒരു നിയമവിരുദ്ധമാണ്, കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ ആരോ അവിടുന്ന് മോളെ പാട്ട് കേട്ടിട്ട് ട്രസ്റ്റിൽ ആരാണെന്ന് തോന്നുന്നു ഞങ്ങളെ വീട്ടിൽ വന്നു മോളെ അതിൽ ചേർത്തുന്നോ ചോദിച്ചു. അങ്ങനെ 3-4 വർഷത്തോളം ഞങ്ങൾ പാലക്കാട്, കണ്ണൂര് അവിടെയൊക്കെ പോയി ട്രസ്റ്റിന് വേണ്ടി. ഇപ്പൊ ആ ട്രസ്റ്റ് ഇല്ല. പക്ഷെ പകരം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രസ്റ്റ് തുടങ്ങണം എന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അതെന്തായാലും ദൈവം സാധിപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരും. ഇത്ര ഉള്ളെങ്കിലും വലിയൊരു മനസ്സിന്റെ ഉടമയാണ് നമുക്ക് ഇന്ന് ഈ വേദിയിൽ കിട്ടിയിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്കിനി പാട്ട് പാടിയാലോ? ഏത് പാട്ടാ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാൻ പോകുന്നത്? മേരി നൈന, ഹിന്ദി, എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. फिर भी मेरा मन प्यासा. है दिल दीवाने खेल है क्या जाने
एक कहानी है, अब सोचूं तुम्हें याद नहीं है, अब सोचूं नहीं भूले वो सावन की झूले, रुत आए रुत जाए देखकर जुदा एक दिलासा, फिर भी मेरा मन प्यासा, बरसात बीत गए हमको मिले बिछड़े, बिजूरी बनकर गगन पे समकी, बीते समय की रेखा, मैंने तुमको देखा, मन संग आग मिचोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा, मेरे नैना सावन बांधो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। സൂപ്പർ കലക്കി അല്ലേ ആത്മീയ? മോളെ ഇത് ഇൻസ്പിറേഷൻ ആണ് അല്ലെ കുട്ടി, എല്ലാ കാര്യം കൊണ്ടും അടിപൊളി. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. അമ്മയാണോ സെലക്ട് ചെയ്തെന്ന്? അമ്മയാണ് എല്ലാ സോങ്സും സെലക്ട് ചെയ്യാറ്. എല്ലാം സെലക്ട് ചെയ്തിരുന്ന അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു കൈയ്യടി കൊടുക്കാം അല്ലേ? അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ അവസരം കിട്ടട്ടെ. അതുപോലെ ആ പാട്ടിലൂടെ, ആ സംഗീതത്തിലൂടെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മോൾക്ക് സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ? എനിക്ക് ഈ സമ്മാനം എനിക്കല്ല ശരിക്കും തരേണ്ടത്, എന്റെ അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. ആ എന്നാ അമ്മയെ വിളിച്ചാലോ നമുക്ക്? ശരി, എന്നിട്ട് യദുനന്ദ തന്നെ കൊടുത്തോളൂ. ഓക്കെ ഓക്കെ അമ്മ വരൂ. मन प्यासा അപ്പോൾ ഈ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു ടാറ്റ ബൈ ബൈ എല്ലാവരോടും പറയാം. Take care and bye bye. This is Red Carpet.